അസ്സാം വലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഗ്രാമർ എടുക്കുന്നത് ഗുൽസാറെ ഉറുദു എന്നുള്ളൊരു പുസ്തകങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. അതിലുള്ള ഗ്രാമറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എടുക്കുന്ന പാഠം അഫ്ആൽ, ഫേലുകളാണ്. ഫേലുകൾ എത്ര വിധമുണ്ട്? മാസി, മുസ്തഖ്ബൽ, ഹാല്, അംറ്, നഹി, ഇങ്ങനെ 5 വിധമാണ് ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാം അറബിയിലുള്ള അതേപോലെ തന്നെയാണ് സംഭവം, അത് ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്തെന്ന് മാത്രം. മാസി എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് ആയ, മുഹമ്മദ് വന്നു. മുഹമ്മദ് ആയാഹെ, മുഹമ്മദ് വന്നിട്ടുണ്ട്. മുഹമ്മദ് ആയാത്ത, മുഹമ്മദ് വന്നിരുന്നു. ഓക്കെ, ഇതൊക്കെ എന്താണ്? മാസിയാണ്. വന്നു, വന്നിട്ടുണ്ട്, ആയാത്ത വന്നിരുന്നു. അതുപോലെ തന്നെ ഫാത്തിമാനെ, ഫാത്തിമ റോട്ടി കായി, ഫാത്തിമ റൊട്ടി തിന്നു. ഫാത്തിമാനെ റോട്ടി കായി ഹെ, ഫാത്തിമ റൊട്ടി തിന്നിട്ടുണ്ട്. ഫാത്തിമാനെ ബച്ചേക്കോ മാറാത്ത, ഫാത്തിമ കുട്ടികളെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്താണ് മാസി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കായിക ഒന്ന് ശ്രദ്ധിക്കാം. ഫെയിൽ മാസി എന്ന് പറഞ്ഞാൽ വോ ഫെയിൽ ഹെ, അതൊരു ഫെയിലാണ്. ജിസ്സെ, ആ ഫെയിലിൽ നിന്നും ഏക്ക് ഫെയിൽ കെ, ഒരു ഫെയിലിൻ്റെ ഗുസിസ്തേ ജമാനേമേ, കഴിഞ്ഞ കാലത്തിൽ വാക്യോ ഹോനേക്ക് സംഭവിച്ചിട്ടുള്ള ഖബർ മിലെ, ഒരു വിവരം കിട്ടി. ശരിയല്ലേ? എന്താ പറയുക? വരുക എന്നുള്ളൊരു ഫെയില്, ആ ഫെയില് അതായത് വരിക എന്നുള്ള ആ ഫെയില് വന്നു എന്നാക്കാം നമ്മൾ. വന്നു, അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് സംഭവിച്ചതാണ്. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ അവൻ വന്നു, അപ്പോൾ അത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചൊരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ കാലത്ത് എന്ത് നടന്നോ അതാണ് ഫെയില് മാസി. മനസ്സിലായില്ലേ? മുഹമ്മദ് ആയ, മുഹമ്മദ് തിന്നു, മുഹമ്മദ് ഓനെ അടിച്ചടാ, അത് കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്തുള്ള ഒരു സംഭവത്തെ നമുക്ക് അറിയിച്ചു തരുന്നതാണ് ഫീൽ മാസി എന്ന് പറഞ്ഞാൽ. മനസ്സിലായിട്ടുണ്ടോ? ഇനി മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ആയേക, മുഹമ്മദ് വരും. മുഹമ്മദ് ഫാത്തിമാനെ റോട്ടി കായേകി, ഫാത്തിമ റൊട്ടി തിന്നും. ബച്ചേ ദാറുൽ ഹുദ ജായേകെ, കുട്ടികൾ ദാറുൽ ഹുദയിലേക്ക് പോകും. തൊലബ, കുട്ടികൾ കിതാബ് പഠേകെ, കിതാബ് വായിക്കും അല്ലെങ്കിൽ പഠിക്കും. ഇത് ഏതാണ്? മുസ്തഖ്ബൽ. ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം തന്നെ വരും. മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നൊരു സംഭവമാണ്. കായ് നോക്കാം. ഫെയിൽ മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ വോ ഫെയിൽ ഹെ, അതൊരു ഫെയിലാണ്. ജിസ്സെ, ആ ഫെയിലിൽ നിന്നും ഏക്ക് കാം, ഒരു പ്രവൃത്തി, ആയിന്ദ ജമാനേമേ, വരാനിരിക്കുന്ന കാലത്തിൽ വാക്കി ഹോനേക്ക് ഖബർ മിലെ, വരാനിരിക്കുന്നതിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഖബർ കിട്ടും അല്ലേ? അതായത് ഇനി നടക്കാൻ പോകുന്നതാണ്. അപ്പം നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിൻ്റെ വിവരം നമുക്ക് കിട്ടുന്നില്ലേ? അതാണ് മുസ്തഖ്ബൽ പറഞ്ഞാൽ. അപ്പോൾ അവൻ വരും, നോക്കിക്കോ, അവൻ എന്തായാലും വരും. അപ്പോൾ അത് നടന്നിട്ടില്ല. മാസി എന്ന് പറഞ്ഞാലോ കഴിഞ്ഞ കാലത്ത് ഒരു സംഭവം നടന്നതിൻ്റെ വിവരമാണ് പറഞ്ഞത്. വന്നു, ഇത് വരാനിരിക്കുന്ന സംഭവമാണ്. ഫീൽ മുസ്തഖ്ബൽ ഓ ഫീൽ ഹെ ജിസ്, അതിൽ നിന്നും ഏക്ക് കാം, ഒരു പ്രവൃത്തി, ആയിന്ദ ജമാനമേ, വരാനിരിക്കുന്ന കാലത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഖബർ മിലെ, എന്താ പറയുക, വിവരം കിട്ടി. ഓക്കെ, അതല്ലേ? മനസ്സിലായി. ഇനി ഹാല് എന്ന ബച്ച, കുട്ടി കിതാബ് പഠിത്താ ഹെ, കുട്ടി കിതാബ് വായിക്കുന്നു. അമ്മി, ഉമ്മ ഖാന, ഭക്ഷണം പക്കാത്തി ഹെ, പാചകം ചെയ്യുന്നു. ബച്ച, കുട്ടികൾ ആരഹാഹെ, വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഖത്ത് ലിഖ് രഹാഹും, ഞാൻ കത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അർത്ഥം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പം സംഭവിക്കുന്നത് അല്ലേ? ഓനിങ്ങനെ എന്താക്കാണ്? ഓന് ഇതാണ്, അവൻ എഴുതുന്നു, അതായത് ഇപ്പം സംഭവിക്കുക. അതാണ് ഫീൽ. ഹാല് എന്ന് പറഞ്ഞാൽ വോ ഫീൽ ഹെ, അതൊരു ഫീലാണ്. ജിസ്, അതിൽ നിന്നും മൗജൂദ ജമാനമേ, ഇപ്പോഴുള്ള, മൗജൂദ ജമാന എന്നാൽ ഇപ്പോൾ ഉള്ള കാലം. അപ്പോൾ മൗജൂദ ജമാനമേ, ഇപ്പോൾ ഉള്ള, ഈ പ്രസൻറ്റിലുള്ള ഏക്ക് കാം, ഒരു പ്രവർത്തനം, വാക്കിയ ഹോനേക്ക് ഖബർ മിലെ, സംഭവിക്കുന്നതിൻ്റെ ഖബർ കിട്ടി, അതായത് വിവരം കിട്ടി. ശരിയല്ലേ? അപ്പോൾ അതാണ് ഫീല്. ഇപ്പോൾ എഴുതുന്നു, ഇപ്പോൾ എഴുതുന്നതാണ് ഹാല്. അങ്ങനെയാണ്. ഇനി അംറ് പറഞ്ഞാൽ സിമ്പിളാണ്. തു ദൗഡ്, നീ ഓട്. തും ദൗഡോ, നിങ്ങൾ ഓടൂ. തു ആ, നീ വാ. തും ആവോ, നിങ്ങൾ വരൂ. ആ പായിയെ, നിങ്ങൾ വന്നാലും. ആപ്പ് കായിയെ, നിങ്ങൾ തിന്നാലും. ഇതൊക്കെ അമ്രിൻ്റെ ഓരോരോ രൂപ കേട്ടോ. ഇപ്പോൾ ആന എന്നുള്ളൊരു ഫീൽ നമ്മളെടുത്തു, വരുക. അതിന് നമ്മൾ അമ്ര 3 രീതിയിലാക്കും. ഒന്ന് ആ, വാ. ആവോ, വരൂ. ആയിയെ, വന്നാലും. അപ്പോൾ ഇതെന്താ അങ്ങനെ പറഞ്ഞാൽ അത് ഓരോ ബഹുമാനത്തിൻ്റെ സൂചനയാണ് ഉറുദുവിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാകുമ്പോൾ ആ, വാ. ആവോ, വരൂ. മറ്റേത് ആയിയെ, വന്നാലും. കണ്ടോ?
വന്നാലും എന്നുള്ളത് ഒന്നുകൂടെ എന്താ പറയുക ഒരു ആദരവുണ്ട്. മറ്റേത് ആവോ വരൂ, മറ്റേത് ആ വാ, അത് വലിയ ബഹുമാനമില്ല. അങ്ങനെ 3 രീതിയിലാണ് ഉറുദു ഉണ്ടാവുക, എന്താ പറയുക അമ്ര ഉണ്ടാവുക. അമ്ര എങ്ങനെ ഉണ്ടാക്കലെന്ന് ചോദിച്ചാൽ ഫീൽ അമ്ര പറഞ്ഞാൽ വോ ഫീൽ അതൊരു ഫീലാണ് ജോ ഏതാണോ അഖിലേ ജമാനമേ ഈ അടുത്ത സമയത്ത് അടുത്ത കാലത്തിൽ കിസി കാം കർണേക്ക ഏതെങ്കിലും ഒരു കാര്യത്തെ കർണേക്ക ഏതെങ്കിലും ഒരു കാം കർണേക്ക പ്രവർത്തനം ചെയ്യുന്നതിനെ ഹുക്കും ദേത്താഹു നമ്മളെന്താക്കുന്നു കൽപ്പിക്കുന്നു. ഹുക്കും തന്നെ കൽപ്പിക്കുക. അപ്പോൾ ഒന്ന് ഫീൽ ഇപ്പോൾ ഈ അടുത്തൊരു സംഭവം സംഭവിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളോട് കൽപ്പിക്കുക ചെയ്യുന്നത്. ഡാ വാ ഒന്നിങ്ങോട്ട് വാ, എല്ലാ സാധനം എടുത്താ അങ്ങനൊക്കെ പറയില്ലേ, അതിനാണ് ഹംറ് എന്ന് പറയുക. ഇതെങ്ങനെ ഉണ്ടാക്കുക? മസ്ദർ കെ ആഹിർസെ, അതായത് മസ്ദർ എന്ന് പറഞ്ഞാൽ ആന എന്നുള്ളൊരു മസ്ദറാണ്. ആന വരുക, അതായത് അതിന് ആന എന്ന് പറഞ്ഞാൽ വരൽ, അങ്ങനെ മസ്ദറാണ് സംഭവം. മസ്ദർ കെ ആഹിർസെ, അതായത് ആന എന്നുള്ള മസ്ദറിൻ്റെ അവസാനത്തിൽ നിന്ന് അലാമത്തെ മസ്ദറിൻ്റെ അലാമത്തായ ന കണ്ടോ, അതായത് ആന എന്നുള്ളതിൽ ന മാർന്നാന്നില്ലതിനുള്ളൊരു ന മാർന്നാന്നില്ല, അതാണ് മസ്ദറിൻ്റെ അലാമത്തായ ന. ആ മസ്ദറിൻ്റെ അലാമത്തിനെ ഹിട്ടാനേസെം അതിനെ കളയുന്നതിൽ നിന്ന് ഹംർ നീക്കുന്നതിൽ നിന്ന് അമ്ര ഹാസിർ ബഞ്ചാത്ത അമ്ര ഹാലിർ നമുക്ക് ഉണ്ടാക്കപ്പെടുന്നു. ശരിയല്ലേ? അപ്പം മാർന്നാന്നാണെങ്കിൽ അടിക്കുക, അതിലൊരു നാ അങ്ങോട്ട് കളഞ്ഞാൽ മസ്ദറിൻ്റെ അലാമത്തായ നാൻ അങ്ങോട്ട് കളഞ്ഞാൽ മാർ അടിക്ക്. ആന എന്നുള്ള ഒരു മസ്ദറുണ്ട്, ആ മസ്ദറിൻ്റെ അലാമത്തായ ആനാനിലെ ഞാൻ അങ്ങോട്ട് കളഞ്ഞാൽ ആ വാ. എല്ലാത്തിനകം തന്നെ കേലിനെ കളിക്കുക, നാ കളഞ്ഞാൽ കേൽ കളി. അങ്ങനെയാണ് അമ്ര ഹാസിർ ഉണ്ടാക്കാം. ഇനി ഒന്നുകൂടെ ഉള്ളു നമുക്ക് നെഹി. നെഹി എങ്ങനെയാണുള്ളത് ഒന്ന് നോക്കാം. നെഹി എന്ന് പറഞ്ഞാൽ തു മത്ത് ദൗഡ്, നീ ഓടരുത്. തു മത്ത് ആ നീ വരണ്ട. ആ മത്ത് ആയേ നീ വരാണ്ടിരുന്നാലും. ഇത് അമ്രിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു അമ്ര ഇപ്പോൾ തു ആ നീ വാ, അതിൻ്റെ കൂടെ ഒരു മത്ത് ചേർത്തി കൊടുത്താൽ എന്തായി? നീ വരണ്ട. ഓക്കെ, തും മത്ത് ആ നീ വരണ്ടെന്നേ. അപ്പോൾ ആ മത്ത് ആയിയേ നീ വരാണ്ടിരുന്നാലും. അപ്പോൾ അതിനുണ്ട് അതേപോലെ തന്നെ ദൗഡ്. നമ്മൾ ആന ആ ആവോ ആയിയെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ തു മത്ത് ആ തു മത്ത് ആവോ തും മത്ത് ആവോ ആപ്പ് മത്ത് ആയിയെ, അങ്ങനെ അതേപോലെ 3 രീതി ഇതിനുണ്ട് എന്നാണ് മനസ്സിലാക്കട്ടോ. അപ്പോൾ തൂ മത്ത് ഡോഡോ നീ ഓടണ്ട, തൂ മത്ത് ആ നീ വരണ്ട, ആപ്പ് മത്ത് ആയിയെ നിങ്ങൾ വരാണ്ടിരുന്നാലും, തും മത്ത് ഡോഡോ അതൊക്കെ അർത്ഥങ്ങൾക്ക് അറിയാം. എല്ലാം മത്തിൻ്റെ അർത്ഥം ഇല്ല എന്നർത്ഥം കേട്ടോ. അത് കായിക നോക്കാം. ഫീൽ നഹി എന്ന് പറഞ്ഞാൽ വോ ഫീൽ അതൊരു ഫീലാണ് ജോ ഏതാണോ അഖിലേ ജമാനമേ ഈ തൊട്ട സമയത്ത് ഈ റീസെൻ്റ്ലി ഈ തൊട്ട സമയത്തിൽ കിസി കാംസ് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നിന്നും മനഃ കർത്താഹും നിഷേധിക്കുക നിരോധിക്കുക എന്നർത്ഥം. മനഃ കർണാണ് നിരോധിക്കുന്നു, അതായത് ചെയ്യണ്ട നമ്മൾ പറയുന്നു. അതല്ല ഈ ഹാലിർ പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് കൽപ്പിക്കുക എന്നാണ്. ഇത് പറഞ്ഞാൽ ഈ തൊട്ട സമയത്ത് നമ്മൾ എന്താക്കുന്നു ചെയ്യണ്ട എന്ന് പറയാം, നിരോധിക്കാണ്. അപ്പം ഫീൽ അമ്രക്കെ സാമ അതെങ്ങനെ ഉണ്ടാക്കുക? ഫീൽ അമ്രക്കെ സാമിനെ നമ്മൾ ഫീൽ അമ്ര ഉണ്ടാക്കിയതിന് ശേഷം ഫീൽ അമ്രിൻ്റെ മുമ്പ് സാമിനെ അമ്ര എങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു മസ്ദറിനെ അങ്ങോട്ട് എടുക്കുന്നു. ആന നമ്മൾ എടുത്തു, എന്നിട്ട് അതിലെന്താകുന്നു മസ്ദറിൻ്റെ അലാമത്തിനെ കളയുമ്പോൾ അത് ഹാലിറായി. ഇനി നഹി എങ്ങനെ ഉണ്ടാക്കാം? ആ ഹാലിറിൻ്റെ മുമ്പ് നമ്മളൊരു മത്ത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പം മത്ത് ലഗാനേസ് ചേർക്കുന്നതിൽ നിന്ന് നെഹി ബഞ്ചാത്ത നെഹി ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ ഇതിൽ കണ്ടോ ദൗഡിനാന്നാണ് ശരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഹാസിറാക്കി അമ്രാക്കി ദൗഡ്, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ എന്താക്കി ഒരു മത്ത് ചേർത്തി കൊടുക്കും. സിമ്പിൾ. ഇത്രയുള്ള ഈ പാഠം അത്രയ്ക്ക് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും.